വെൽക്കം ടു അവർ ചാനൽ. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇതെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം അത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ പെട്ടെന്ന് ചേട്ടനും നാത്തൂനും ഒക്കെ വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊല്ലത്ത് നമ്മുടെ സാമ്പ്രാണിക്കുടിയില്ലേ അവിടെ വരെ പോകാമെന്ന് പ്ലാൻ ചെയ്തിട്ടോ. അപ്പം ഫുൾ ഫാമിലി ആയിട്ട് പോകണമെന്നാണ് വെച്ചത്. പിന്നെ കുട്ടികളെല്ലാവരുടെ നിർബന്ധം കാരണം പിന്നെ മോൾക്ക് പനിയുടെ ഒക്കെ ഒരു ഇതുള്ളത് കൊണ്ടും അമ്മ ഒന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാനും എൻ്റെ ബ്രദറും പിന്നെ അതുപോലെ തന്നെ നാത്തൂനും പിന്നെ മക്കൾ രണ്ടുപേരും ഞങ്ങൾ ഇത്ര പേരാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ഇറങ്ങിയ സമയം വെച്ചാൽ രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട, നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും അറിയാണ്ടല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ വന്നിട്ട് നമ്മുടെ ഇതുപോലെ പുള്ളി നമുക്ക് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇതിൽ കെയർ ഓഫിലാണ് നമ്മൾ വന്നത്. അപ്പോൾ പുള്ളിയുടെ ഇതുപോലെ നമുക്ക് ബോട്ടിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുട്ടികളൊന്നും അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫുൾ ഫാമിലി ആണെങ്കിൽ ഭയങ്കര വൈബായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അത്രയും ദൂരമുള്ള യാത്ര, കാറിനകത്തുള്ള യാത്ര ഭയങ്കര ബോറായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കും അങ്ങനെയുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഫോണിൽ അങ്ങനെ ചാർജും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ എന്തായാലും ഞാൻ ഉള്ളത് വെച്ചിട്ട് കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് നമ്മൾ നേരെ ബോട്ടിൽ കയറിയിട്ട് പുള്ളി നമ്മളെല്ലായിടവും കൊണ്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പോകാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചെടുത്ത് മാത്രമേ പോയിട്ടുള്ളായിരുന്നു. കാരണം നമുക്ക് സമയക്കുറവുണ്ടായിരുന്നു. കാരണം നമ്മൾ പിന്നെ ഇവിടുന്ന് ചെന്നിട്ട് വേണം അവർക്ക് തിരിച്ച് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുപ്പിച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പുള്ളി പറയുകയും ചെയ്തു നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ബാക്കിയുണ്ട് കാണാൻ വേണ്ടിയിട്ടെന്ന്. അപ്പം നമ്മൾ വേറൊരു ദിവസം ഫുൾ പ്ലാനിങ്ങോടെ ഫുൾ ഫാമിലി ആയിട്ട് വരാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനും അതുപോലെ നാട്ടിൽ വരുന്ന സമയത്തൊക്കെ നമ്മളെല്ലാവർക്കും കൂടി വരാമെന്ന് വെച്ചിട്ട് വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ബോട്ടിലെ യാത്രയൊക്കെ ഭയങ്കര വൈബാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ ഞാൻ പറഞ്ഞില്ല ബാറ്ററി ചാർജൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ബാറ്ററി ലോ ആവുന്നുണ്ടോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതുപോലെ പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഇത് ഉണ്ടല്ലേ, അപ്പം ഭയങ്കര ഒരു പേടി. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഫോൺ താഴെ വീഴുമെന്നുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ ശ്രദ്ധിക്കണം. അവരാണെങ്കിൽ ഭയങ്കര അവർക്ക് അതിനകത്ത് ആ ബോട്ടിൽ കയറിയതിൻ്റെയും ഫസ്റ്റ് ടൈം അങ്ങനെ കയറിയതിൻ്റെയും അങ്ങനെ ഈ ഈ കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു ത്രില്ലിലാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കൊരു സ്നാക്സ് നമ്മൾ കാറിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴാണ് കേട്ടോ എടുത്തത്. പക്ഷേ വേറൊരു ഡ്രസ്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയില്ലായിരുന്നല്ലോ അങ്ങനെയാണെന്നൊന്നും. അപ്പോൾ ഇനി പോകുമ്പോഴും നമ്മൾ വെൽ പ്ലാനോടെ പോകുന്നതായിരിക്കും. അപ്പോൾ ഹൗസ് ബോട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ വള്ളങ്ങളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര ഒരു കേരള തനിമ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അത് നേരിട്ട് കാണുമ്പോഴും ഭയങ്കര ഒരു ഫീലാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ വെയിലത്ത് പോകുന്നതും അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ രാവിലെ അല്ലെങ്കിൽ ഒരു വൈകുന്നേരം സന്ധ്യ ആ സമയത്തൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും കേട്ടോ. സന്ധ്യയല്ല, ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് പോകുമ്പോഴൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പിന്നെ മീനുകൾ, കരിമീനും അതുപോലെ തന്നെ കൊഞ്ചിൻ്റെ ഒക്കെ ഇതുണ്ടോ, അത് കരിമീൻ വളർത്തലിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കരിമീനൊക്കെ തന്നു വിടും. നല്ല ഫ്രഷ് കരിമീനൊക്കെ കിലോ 700 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കരിമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫുഡിനകത്ത് നമ്മൾ അവരുടെ സ്പെഷ്യൽ കരിമീൻ വറുത്തതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ എടുക്കുകയാണ്. പക്ഷേ എടുക്കും തോറും കൂടി വരും. അങ്ങനെ നമുക്ക് ഭയങ്കര വീഡിയോ എടുക്കുന്നത് നിർത്താൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അപ്പം ഞാനായതുകൊണ്ടാണ് ഇത് ഇങ്ങനെ കുറച്ച് എടുക്കുന്നത്. പക്ഷെ നല്ലതായിട്ട് ഏട്ടനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിട്ട് ഫുൾ കവർ ചെയ്ത് തന്നെ. നല്ല രസമാണ് കേട്ടോ. വെള്ളം ഇങ്ങനെ പോകുന്നത് നമുക്ക് ഭയങ്കര അടുത്തിരുന്ന് ഇങ്ങനെ കാണാമല്ലോ. ഭയങ്കര രസമായിരുന്നേ. നമ്മുടെ ഒരുപാട് ഹൗസ് ബോട്ട് ഉണ്ട് കേട്ടോ. അപ്പം എനിക്കൊന്ന് ഒരുപാട് വലിയ ഫാമിലിയൊക്കെ ഇങ്ങനെ എല്ലാവരും നല്ലതായിട്ട് വരുമ്പോൾ അവർക്ക് ഹൗസ് ബോട്ടൊക്കെയാണ് കൂടുതലും ഇതാണ് കേട്ടോ. പിന്നെ നമുക്ക്
പിന്നെ ഈ ഒരു പ്ലേസ് എന്ന് വെച്ചാൽ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് ഇവിടെയാണ് കൂടുതലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ ഒരു സ്പേസാണ് കേട്ടോ. അവിടെ എന്തോ ഒരു ബോർഡുണ്ട്, ഞാനത് എടുത്തിട്ടില്ല. പക്ഷെ നമ്മൾ അവിടെ കുറേ നേരം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന്മാരാണെങ്കിൽ നമ്മളവിടെ ആ പ്ലേസിൽ നമ്മളെ ഇറക്കിയപ്പോൾ മൂത്തവനൊക്കെ വെള്ളത്തിലോട്ടങ്ങ് ചാടി കൊടുത്തു കേട്ടോ. അപ്പം ഡ്രസ്സ് ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബോട്ടിലെ ആ പുള്ളി തന്നെ നമ്മുടെ അവരുടെ ഡ്രസ്സൊക്കെ ഊരി നമ്മുടെ ബോട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോൾ എക്സ്ട്രാ ഒരു ഡ്രസ്സ് പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ സൈഡിലെല്ലാം വീടുകൾ, കൊച്ചു കൊച്ചു വീടുകളും കാര്യങ്ങളും ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ടൊക്കെ. നമുക്ക് ഇനി ഒരുപാട് സമയം ഇവിടെ നിൽക്കണം, സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ആ പ്ലേസിൽ നിന്ന് കുറേ ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു. പക്ഷെ അതൊക്കെ എൻ്റെ ഒന്ന് മിസ്സായിന്ന് തോന്നുന്നു കേട്ടോ. അതൊന്നും കാണുന്നില്ല. ഫോട്ടോസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് മൂത്തവൻ്റെ ഡ്രസ്സ് ഊരി ബോട്ടിലിട്ടേക്കുന്നതുകൊണ്ടാണ് അവൻ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ വീഡിയോസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതെന്താ സംഭവം വെച്ചാൽ എനിക്കത് വലകളാണ്, മീനൊക്കെ പിടിക്കുന്ന വലയായിരിക്കുമല്ലേ, അതൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ പുള്ളി നമുക്കെല്ലാം പറഞ്ഞു തരും കേട്ടോ. ആ ഒരു പ്രദേശത്തെക്കുറിച്ചും പിന്നെ ആ ഒരു എന്തൊക്കെ അവിടുത്തെ വിശേഷങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി നമുക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞു തരുവേ. പിന്നെ കുട്ടികൾ പറഞ്ഞു പാട്ടിടുക എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പിന്നെ പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ടെൻഷനും ഉണ്ടായിരുന്നു, ഭയങ്കര പേടിയുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഇടയിൽ കൂടെ വീണു പോവോ, പക്ഷെ വീഴത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കങ്ങ് ഭയങ്കര പേടിയായിരുന്നു ഉള്ളിൽ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിനെക്കാട്ടിലും കോൺസെൻട്രേഷൻ ഞാൻ അത് അവരോട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ കൊണ്ടാണ് വീഡിയോസൊക്കെ കുറേയൊക്കെ എടുത്തത്. പിന്നെ ഇത് കണ്ടില്ലേ വള്ളം. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം വള്ളത്തിൽ കയറണം എന്നുള്ളത് കേട്ടോ. ഞാൻ വള്ളത്തിൽ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ വള്ളത്തിൽ എങ്ങനെ പോകണം, പക്ഷെ നമുക്കത് ഇനി വരുമ്പോഴാണെങ്കിൽ ഇടയ്ക്കതുപോലെ വേണമെങ്കിൽ പോകാൻ തോന്നും, അറിയില്ല, ചോദിച്ച് നോക്കണം. അത് ഭയങ്കര രസമാണ് കേട്ടോ വള്ളത്തിലിങ്ങനെ പോകുന്നതും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിതങ്ങനെ കാണാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ കുറേ നേരം ഇവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ പോകുന്നത് തിരിച്ച്. പിന്നെ ഇളയവൻ അങ്ങനെ വെള്ളത്തിലൊന്നും വലുതായിട്ട് ചാടി ഡ്രസ്സ് ഊരി വെച്ചിട്ടാണ് കേട്ടോ അവൻ ചാടിയത്. അതുകൊണ്ട് അവൻ്റെ ഡ്രസ്സ് ഫുൾ അങ്ങ് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, ഫോണ് താഴെ വീണ് പോവോ എന്നൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ അവിടെ തന്നെ ഓരോ ഹോട്ടലിൽ പുള്ളി ഏർപ്പാട് ചെയ്തു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും ഓരോ പൊതിച്ചോറായിട്ടാണ് അവർ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫുഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കരിമീൻ വറുത്തതും പിന്നെ കൊഞ്ച് ഫ്രൈയും അങ്ങനെ തോന്നുന്നു കേട്ടോ. കൊഞ്ച് ഫ്രൈ ഇതായിരുന്നു കേട്ടോ സ്പെഷ്യൽ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ചെന്നിരുന്ന് കഴിക്കാമെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അവർ പാഴ്സലാക്കി അവർ പൊതിഞ്ഞ് നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് വാങ്ങിച്ച് ബോട്ടിലിരുന്നാണ് കഴിച്ചതൊക്കെ കേട്ടോ. പക്ഷേ ബോട്ടിലിരുന്ന് കഴിച്ചാലും നമുക്ക് ഭയങ്കര രസമാണത്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കഴിക്കുക, ഫാമിലി ഫുള്ളായിട്ടിരുന്നൊക്കെ ഫുഡ് കഴിക്കുക, അതൊക്കെ ഭയങ്കര ഒരു രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ടും എൻ്റെ ഫോണിൽ ബാറ്ററി ചാർജ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫുഡെന്ന് പറയുന്നത്. നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 പൊതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ 2 ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ കരിമീനും കൊഞ്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് 3 പൊതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് കറികളൊക്കെ ഏകദേശം എല്ലാ കറികളും ഉണ്ടായിരുന്നു കേട്ടോ. തോരനുണ്ടായിരുന്നു, പിന്നെ മത്തി വറുത്തതുണ്ടായിരുന്നു, ചീനി വേവിച്ചതുണ്ടായിരുന്നു, നമ്മുടെ കപ്പ, പിന്നെ ബീട്രൂട്ടിൻ്റെ കിച്ചടി ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, സാമ്പാർ, മോര്, അങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡൊക്കെ ആയിരുന്നേ. കൊഞ്ച് ഫ്രൈ ഇതാണ് കേട്ടോ. അപ്പം കൊഞ്ച് ഫുള്ളായിട്ട് തലയൊന്നും കളയാണ്ട് ഫുള്ളായിട്ടിട്ടാണ് കേട്ടോ അത് ഫ്രൈ ഒക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കരിമീൻ എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല കരിമീനൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല കരിമീൻ ഫ്രൈയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും ഓരോ ഔട്ടിങ്ങൊക്കെ പ്ലാൻ ചെയ്യണമെങ്കിൽ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഫുൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ എൻജോയ് ചെയ്ത് കഴിച്ച് നല്ല സൂപ്പറായിട്ട് നമുക്ക് കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് സമയം കുറവായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഇനിയും നമ്മൾ പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഫുൾ കവർ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ.